സിംഗിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ധാരാളം ഉണ്ട്. സിംഗിൾ ആയിട്ട് ഇ കോമേഴ്സ് ചെയ്യുന്ന, ഞാൻ തന്നെ ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്. ഞാൻ ധാരാളം ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ടാക്കി അതിൽ സെയിൽ നടത്തിക്കൊണ്ട് പറ്റുന്ന കുറെ കമ്പനീസ് ഉണ്ട്. പക്ഷെ ഇതിനുള്ള സ്ട്രെങ്ത് അതിനില്ല. കാരണം ഈ നമ്മൾ ഈ പറയുന്ന സിംഗിൾ വെബ്സൈറ്റ് ചെയ്യുന്ന ആൾക്കാര്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് ആമസോണിൽ കൊണ്ട് ഇതേ പ്രോഡക്ട്സ് ആമസോണിൽ വെക്കുന്നുണ്ട്. കാരണം ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറി. അവിടെ കൊണ്ട് വിറ്റേ പറ്റുള്ളൂ എന്ന് പല പ്രോഡക്ട്സും, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെ കാര്യമല്ല പറയുന്നത്, അല്ലാതെ പല പ്രോഡക്ട്സും അവിടെ കൊണ്ട് വിറ്റാലേ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഈ ടു സൈഡഡ് മീഡിയേറ്റഡ് പ്ലാറ്റ്ഫോംസ് എല്ലാം മാർക്കറ്റ് പ്ലേസസ് ആയി മാറിയത്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാർക്കറ്റ്, അതിനകത്ത് കുറെ മാർക്കറ്റ്. അപ്പൊ അതെങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസ് ആയി മാറിയത്. ഇനി നെക്സ്റ്റ് പോവാം. നമുക്ക് എങ്ങനെ ടെക്നോളജി, ഇ കോമേഴ്സിന്റെ ടെക്നോളജി എന്തൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റ് ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വേർഡ് പ്രസ്സിൽ പോവുക, വേർഡ് പ്രസ്സിൽ ഒരു സൈറ്റ് ഉണ്ടാക്കുക, സൈറ്റിന്റെ കൂടെ WooCommerce എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ കിട്ടുന്ന ഒരു പ്ലഗിൻ ഉണ്ട്. പ്ലഗിൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സിമ്പിൾ ആയിട്ട് WooCommerce വെച്ചിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ ഷോപ്പിഫൈ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഷോപ്പിഫൈയുടെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് മാത്രമല്ല അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ലിറ്റിൽ മോർ, ഇറ്റ്സ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് ഈ ഷോപ്പിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്മോളർ കമ്പനീസ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഷോപ്പിഫൈ. അതിന്റെ നെക്സ്റ്റ് ലെവൽ ഷോപ്പിഫൈ പ്ലസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എൻ IO വേർഷൻ. IO വേർഷൻ ഇസ് ഓൾസോ വെരി ഗുഡ്. പിന്നെ ബിഗ് കോമേഴ്സ് എന്ന് പറഞ്ഞ ചില കമ്പനീസ് ഉണ്ട്. വിക്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വിക്സ് ഉണ്ട്. മെജൻഡോ എന്ന് പറയുന്ന മെജൻഡോ 2 ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. അത് കുറെ മൊഡ്യൂൾസ് നമുക്ക് കമ്പൈൻ ചെയ്ത്, പക്ഷെ മെജൻഡോ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വേണം, നോളജ് വേണം. ഇതെല്ലാം കൂടെ കോഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് എടുക്കാനുള്ള ഒരു നോളജ് വേണം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. പക്ഷെ എല്ലാം റെഡി ആയിട്ട് കിട്ടില്ല. ഷോപ്പിഫൈ, വിക്സ്, WooCommerceലൊക്കെ വെറും സിംഗിൾ ക്ലിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രോസസ് ആണ്. അപ്പൊ വളരെ എളുപ്പമാണ് അത് കണ്ടക്ട്. മെജൻഡോ 2 ഒന്നും അങ്ങനെയല്ല. മെജൻഡോ കോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, പക്ഷെ വളരെ വളരെ ഹൈ എൻഡ് പ്ലാറ്റ്ഫോം ആണ് മെജൻഡോ കോമേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ കോസ്റ്റ് സംവെയർ ഇൻ ദ റീജിയൻ ഓഫ് 15 lakhs പ്ലസ് ഇൻ എ ഇയർ. അത് സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ അവര് മിനിമം 10 million താഴത്ത് സെയിലുള്ള ആൾക്കാരെ സാധാരണ പ്രിഫർ ചെയ്യാറില്ല. $10 million കാര്യമാണ് പറയുന്നത്, ഇന്ത്യൻ റുപ്പീസ് അല്ല. അത് അവർ നോർമലി പ്രിഫർ ചെയ്യാറില്ല. പ്രിഫർ ചെയ്താൽ തന്നെ they will insist that you pay this kind of amount. 18 lakhs to 20 lakhs per year അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുത്താലേ they will be interested. പിന്നെ അതൊന്നും അല്ലാതെ കസ്റ്റം കോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. കസ്റ്റം കോഡ് ചെയ്തിട്ട് ഫ്രം സ്ക്രാച്ച് ഡിസൈനും എല്ലാം ഡെവലപ്മെന്റും ഒക്കെ ചെയ്തിട്ട് ഫ്രം സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരുന്ന കസ്റ്റം കോഡ് ഡിസൈൻ. ഇങ്ങനെ പല രീതിയിലാണ് ഇ കോമേഴ്സിന്റെ ടെക്നോളജി കിടക്കുന്നത്. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇ കോമേഴ്സിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇപ്പൊ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനികളൊക്കെ, ഈ കണ്ട ഇ കോമേഴ്സ് കമ്പനികളൊക്കെ, ഈ പറഞ്ഞ ഇ കോമേഴ്സ് കമ്പനികളൊന്നും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളൊന്നും ഇത് വെച്ചിട്ടല്ല ചെയ്തത്. കസ്റ്റം കോഡ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ചെറിയ കമ്പനീസോ വലിയ കമ്പനീസ് ചെയ്യും. പക്ഷെ ഈ മെജൻഡോ കോമേഴ്സ് ഷോപ്പ് അതിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ലാർജ് കമ്പനീസ്. ഇല്ലെങ്കിൽ ഒരുവിധം ലാർജ് കമ്പനീസ് ഓൾ ഓഫ് ദം വുഡ് ഡു എ കസ്റ്റം കോഡ് അല്ലെങ്കിൽ കസ്റ്റം ഡെവലപ്ഡ് വെബ്സൈറ്റ് ആണ് സാധാരണ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ഈ ഒരു ഇത് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഈ വെരി ലേറ്റ്ലി നമുക്ക് സർവീസ് കോമേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സർവീസ് മാത്രം കോമേഴ്സ് ഇതേപോലത്തെ പ്ലാറ്റ്ഫോം ആണ്. ഇതും മീഡിയേറ്റഡ് പ്ലാറ്റ്ഫോംസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സർവീസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ? ഞാൻ എക്സ്പെക്ട് ചെയ്ത എക്സാമ്പിൾ ഉബറിന്റെ ആയിരുന്നു. കാരണം ഉബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബർ ഇസ് എ ടെക്നോളജി കമ്പനി. ഉബർ ഇസ് നോട്ട് എ ടാക്സി സർവീസ്. ഉബർ ഇസ് എ ടെക്നോളജി കമ്പനി. ഒരു സൈഡിൽ ടാക്സി ഡ്രൈവേഴ്സും മറ്റേ സൈഡിൽ കസ്റ്റമേഴ്സിനെയും വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു അവര് ഫീവർ ശരിയാണ്.
അത് ഇറ്റ്സ് മോർ ഓഫ് എന്താണ് ഫ്രീലാൻസേഴ്സ് ഇല്ലെങ്കിൽ കുറച്ച് ടെക്നോളജിയോ ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത് എക്സ്പെർട്ടീസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എക്സ്പെർട്ടീസ് ഉള്ള കുറെ ആൾക്കാർ, അതേപോലെ അവർക്ക് ആവശ്യമുള്ള കുറെ ആൾക്കാർ, അങ്ങനെ കുറെ സൈറ്റ്സ് ഉണ്ടല്ലോ. പിന്നെ Booking.com, Airbnb. യെസ്, അതെല്ലാം ഹോട്ടലില് കുറെ ഹോട്ടലുകാർ ഇങ്ങനെ എയർബിഎൻബി ആണെങ്കിൽ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡിഫറെന്റ് കോൺസെപ്റ്റില് രാത്രി വന്ന് രാവിലെ പോകുന്ന രീതിയിലുള്ള ഷോർട്ട് വിസിറ്റ് പീരീഡിനുള്ള. അതേപോലെ ഞാൻ ഇപ്പൊ കേരളത്തിൽ തന്നെ തൃശ്ശൂർ ഒരു സാധനം ഉണ്ടാക്കി. അത് വെജിറ്റബിൾസ് ആണ്, വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾസ് വെക്കാൻ പറ്റുന്നൊരു, അത് സർവീസ് അല്ല, പക്ഷെ അത് വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾസ്. എന്റെ വീടിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് 4 എന്താണ് കൊല പഴം അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട് എവിടെയെങ്കിലും വെക്കണം. എനിക്ക് ഒരെണ്ണം മതി, ബാക്കി 3 ഞാൻ എന്ത് ചെയ്യും എന്നറിയാത്തപ്പോ കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ കുറെ സർവീസസും ബ്രാൻഡ്സും, അതാണ് ഞാൻ ഇതിന്റെ പ്രോഡക്ട്സും സർവീസസും ആഡ് ചെയ്യാൻ കാരണം. പക്ഷെ നമുക്ക് 1-2 ഇ കോമേഴ്സ് എക്സാമ്പിൾസും പിന്നെ ബാക്കി ആമസോൺ പോലെ തന്നെയുള്ള ഫ്ലിപ്കാർട്ടും നോക്കാം. അപ്പൊ അങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3ആയിട്ടല്ല, 2ആയിട്ട് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന ഇ കോമേഴ്സിന്റെ പ്ലാറ്റ്ഫോം, അതിനകത്ത് 2 ഡിഫറാം. ഒന്ന് എന്റെ കസ്റ്റമറും, രണ്ടും ഒന്ന് എന്റെ കസ്റ്റമറും, ഒന്ന് ഞാൻ ഇൻവോൾവ് ആയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമും. പിന്നെ 3ആമത്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആമസോണും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കിടക്കാം. അപ്പൊ സിംഗിൾ വെണ്ടറും മൾട്ടിപ്പിൾ പ്രോഡക്ട്സും, സിംഗിൾ പ്രോഡക്ട്സും മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്. അപ്പൊ ഫസ്റ്റ് നോക്കേണ്ടത് സിംഗിൾ പ്ലാറ്റ്ഫോം. സിംഗിൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വെബ്സൈറ്റ്. അപ്പൊ സാധാരണ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു കസ്റ്റമർ ഇതൊരു കിഡ്സ് അപ്പാരൽ കമ്പനിയാണ്. അപ്പൊ ഇതുണ്ടാക്കിയിരിക്കുന്ന മെജൻഡോ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്ന സാധനം. ഈ മെജൻഡോ പ്ലാറ്റ്ഫോമിൽ ഇവർക്കുള്ളത് സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേബി ഡ്രസ്സസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കിഡ്സ് വെയർ എന്ന് പറയുന്ന സിംഗിൾ ഡ്രസ്സസ് നമുക്ക് പോയി ഈസി ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കഴിയുന്നതും ഇതിനകത്ത് നോക്കിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന, 3 ക്ലിക്കിൽ ഓർഡർ ചെയ്യണം എന്നുള്ള സാധനങ്ങളാണ്. ഈ 3ആമത്തെ ക്ലിക്കിൽ നമുക്ക് സാധനം മേടിക്കാം. അങ്ങനെയുള്ള 3rd ക്ലിക്കിൽ മേടിക്കാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ഇ കോമേഴ്സ് കമ്പനി. ഇതാണ് ഒരു 1 മോഡൽ. ഇത് സിംഗിൾ മെർച്ചന്റ് മോഡൽ എന്ന് പറയുന്ന ഒരു സാധനം. ഇനി വേറൊരെണ്ണം, ഇത് എന്റെ സ്വന്തം ഞാനും കൂടെ ഇൻവോൾവ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് പണ്ടുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലത്തേക്ക് ഇല്ലാതെ ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 2 വേർഷൻ ഉണ്ട്. ഇതൊരു വേർഷൻ, ഇതൊരു ഇന്ത്യൻ വേർഷൻ ആണിത്. ഇതിൽ അല്ലാതെ വേറൊരു വേർഷൻ ഉണ്ട്. അത് ഇതിൽ വേറൊരു വ്യത്യാസമുണ്ട്. ഇതിൽ മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്. ഇതിപ്പോ മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്. ഇത് മൾട്ടി ബ്രാൻഡ് സ്റ്റോറിൽ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്ട്സ് സാധാരണ അബ്രോഡ് കിട്ടാത്ത, ഇപ്പൊ ദുബായിലോ US-ലോ ഓസ്ട്രേലിയയിലോ UK-ലോ കിട്ടാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അവിടെ സാധാരണ കിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ ഇതെല്ലാം നമുക്ക് അറിയണമെന്നില്ല. കാരണം ഇതിൽ പലതും കേരളത്തിലെ പ്രോഡക്ട്സ് ആയിരിക്കില്ല. അപ്പൊ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാര് ഈ മഹാബൃംഗരാജ് എന്ന് പറഞ്ഞ സാധനം തേൽ അത് അറിയുമായിരിക്കും. പക്ഷെ ഇതൊന്നും വളരെ ഈസി ആയിട്ട് ലോക്കലായിട്ട് അവിടെ കിട്ടുന്ന സാധനമല്ല. കാരണം അത്രയും വലിയൊരു ഡിമാൻഡ് ഒന്നും ഇല്ല. എന്നാൽ അത്യാവശ്യം ആൾക്കാർക്ക് വേണം. അങ്ങനെയുള്ള ചിലപ്പോൾ മോഡേൺ ആയ എന്താ പറയുന്ന ഇന്നത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് വേണ്ടതായിരിക്കില്ല. അങ്ങനെ ഒരു മോഡൽ. അതേപോലെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത്. ഇത് അബ്രോഡ് ഉള്ള സാധനങ്ങൾ ഇന്ത്യയിൽ കിട്ടുന്ന സാധനമാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് ഇവിടെ കിട്ടുകയും ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് അവിടെയും കിട്ടുന്ന ഒരു മോഡലാണ് ഈ പറഞ്ഞ. അപ്പൊ ഞാൻ ഒന്ന് സിംഗിൾ മെർച്ചന്റ് അല്ലെങ്കിൽ സിംഗിൾ മെർച്ചന്റ് പ്ലാറ്റ്ഫോമും ഒന്ന് മൾട്ടിപ്പിൾ മെർച്ചന്റ് പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഇതാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് വളരെ ക്ലിയർ അല്ലേ? ഇത് കുറച്ചുകൂടെ എളുപ്പമല്ലേ? സാറേ, ഇത് സാർ ഉണ്ടാക്കിയ സൈറ്റ് ആണോ ഇത്?
ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഓ, സാറുണ്ടാക്കിയ സൈറ്റ് ആണ്. ഓക്കെ, അല്ല സർ, അപ്പൊ ഇതില് ഈ ഇൻഡിഗോ ഷോപ്പ് അപ്പൊ ആയാലും ഇത് ഷോപ്പ് കഴിഞ്ഞിട്ട് ഗ്ലോബൽ ആയാലും നെക്സ്റ്റ് നമുക്ക് ഒരൊറ്റ പോകാനുള്ളത് ആമസോൺ. സെല്ലറാണോ? ഒറ്റ സെല്ലറാ, സിംഗിൾ സെല്ലർ. ഓക്കെ ഓക്കെ ഓക്കെ, മൾട്ടിപ്പിൾ സെല്ലേഴ്സ് അല്ല, ഒറ്റ സെല്ലർ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞ ആ ഡിഫറൻസ് ഞാൻ ഇതിൽ കാണിച്ച സിംഗിൾ മെർച്ചന്റും മൾട്ടിപ്പിൾ മെർച്ചന്റും തമ്മിൽ. സിംഗിൾ മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ ഒരാള് പല സാധനങ്ങൾ വിൽക്കുന്നു. മൾട്ടിപ്പിൾ മെർച്ചന്റ് എന്ന് പറഞ്ഞാൽ പല മെർച്ചന്റ്സും ഞാൻ നിൽക്കുന്നു. ഇത് രണ്ടും ഞാൻ കാണിച്ചത് സിംഗിൾ മെർച്ചന്റ്, ഒരാള് ഒരു പ്രോഡക്റ്റും, അത് നേരത്തെ കാണിച്ച പോപ്പീസിന്റെ. ഇത് ഇന്ത്യൻ പ്രോഡക്ട്സ് അബ്രോഡും, ഇത് അബ്രോഡിലെ പ്രോഡക്ട്സ് ഇന്ത്യയിലും വിൽക്കുന്ന മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് സോൾഡ് ബൈ വൺ സിംഗിൾ പേഴ്സൺ. ഓക്കെ, ഇനി കമ്മിങ് ടു ആമസോൺ. അപ്പൊ ആമസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആമസോണിൽ വിൽക്കുന്ന ആൾക്കാരുണ്ടോ? വിൽക്കുന്ന ആരുമില്ല. ആമസോണില് എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ പോണത്, എന്തൊക്കെയാണ് പഠിക്കാൻ പോണെന്ന് നോക്കാം. ഒന്ന്, എങ്ങനെ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധനം കൊണ്ടുവന്ന് ലിസ്റ്റ് ചെയ്യുന്നു, അതിന് ലിസ്റ്റിംഗ് എന്ന് പറയും. ഇപ്പൊ ലിസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം, അതിനകത്ത് 2 തരം ലിസ്റ്റിംഗ് ഓൾറെഡി. രണ്ടാമത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിസ്റ്റിംഗും, അങ്ങനെ 2 രീതിയിലുള്ള ലിസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കീവേഡ് നിങ്ങൾ SEO ചെയ്ത ആൾക്കാരാണോ? SEO എല്ലാവരും പഠിച്ചതാണോ? ഈ പുറത്ത് ഗൂഗിളിൽ SEO ഉള്ള പോലെ തന്നെ ആമസോണിനകത്തും ഒരു SEO ഉണ്ട്. അപ്പൊ ആ SEO എങ്ങനെ ചെയ്യണം, സ്റ്റോർ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അതിനകത്ത് സ്റ്റോഴ്സ് നമുക്ക് ഉണ്ടാക്കാം. സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ആമസോണിനകത്ത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ആസ് എ സെല്ലർ നമുക്ക് പോയിട്ട് അതിനകത്തൊരു ഒരു സ്റ്റോർ ഉണ്ടാക്കാം. അതേപോലെ ആ സ്റ്റോറിന്റെ കൂടെ നമുക്ക് വരുന്ന പേജസ് ഉണ്ടല്ലോ, അകത്തുള്ള കാറ്റഗറി പേജ്, അങ്ങനെയുള്ള പേജസ്, ആ പേജ് നമുക്ക് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിന്റെ മോണിറ്ററി ഇംപ്ലിക്കേഷൻസ്, എത്ര പൈസ കൊടുക്കണമെങ്കിൽ എന്തിനൊക്കെ പൈസ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇനി കവർ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെന്ററി ആൻഡ് ഷിപ്പിംഗ്, പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അഡ്വർടൈസിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നത് എന്താണ്, ഇങ്ങനെ ഉള്ള 3 സാധനങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ആമസോൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഒരു 2 സൈഡഡ് മീഡിയേറ്റഡ് പ്ലാറ്റ്ഫോം ആണ്. അതിനകത്ത് സെല്ലേഴ്സും ബയേഴ്സും, എത്രയും കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടോ അത്രയും കൂടുതൽ ബയേഴ്സും ഉണ്ടാവും. നേരെ തിരിച്ചുമാണ്, എത്രയും കൂടുതൽ ബയേഴ്സ് ഉണ്ടോ അത്രയും കൂടുതൽ സെല്ലേഴ്സും ഉണ്ടാവും. അതാണ് അതിന്റെ സ്ട്രെങ്ത്. അത് കുറെ കൊല്ലങ്ങളോളം പൈസ ചെലവാക്കിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുത്തത്. അതിനെ അവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതാണ് ആമസോണിന്റെ സ്ട്രെങ്ത്തും. Why do you want to sell on Amazon? ഇതൊരു വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. Why should I sell on Amazon? Why should I not sell on my own website? എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വെബ്സൈറ്റിൽ മാത്രം വിറ്റാ പോരെ, ഇതിന് കൊണ്ട് ഞാൻ ആമസോണിൽ വിൽക്കണം. ഇതിന്റെ നല്ല വശം ആദ്യം പറയാം. എന്ന് പറഞ്ഞാൽ ആമസോണിൽ എന്തുകൊണ്ട് വെക്കണം എന്നുള്ളത്. ആമസോണിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ബയേഴ്സിന്റെ നെറ്റ്വർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ട ബയേഴ്സ് വേറെ എവിടെയും ഇത്രയും കൂടുതൽ നമ്പേഴ്സിൽ കിട്ടില്ല. നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിലേക്ക് ഇത്രയും നമ്പേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട പൈസ വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയും വലിയൊരു റെഡി ടു ബൈ ആയിട്ടുള്ള ആൾക്കാർ കിട്ടുന്ന ഒരു വലിയൊരു സ്ഥലം ആമസോൺ തന്നെയാണ്. ഇതിൽ വരുന്ന 2 പ്രശ്നങ്ങൾ അതും കൂടെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. 2 പ്രശ്നം. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെ 50ഓ 100ഓ വേറെ സെല്ലേഴ്സ് ഓൾറെഡി ആ പ്ലാറ്റ്ഫോമിലുണ്ട്. ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ഓൾറെഡി 50ഓ 100ഓ സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. കാരണം അവിടെയും യു ഹാവ് ടു ബി ഡിഫറെന്റ്, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സിസ്റ്റ്. ആ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഒരു പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും യു വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് 100. ഒരു വളരെ റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പറയാൻ പറ്റുമോ? ഒരു വളരെ റെയർ പ്രോഡക്ട്സ് ഒന്നുമില്ലേ? അത് ശരി, ഇത് ടൈപ്പ് ചെയ്യാം. ഇതിനകത്ത് കാണുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ഒരു സാധനം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
പോയി 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 താഴത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിക്കും ഇത്രയും പേജസ്. 7 ഇൻറ്റു ഒരു 50 വെച്ചിട്ട് 350 പേര് ഈ ഒരു സിംഗിൾ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്ത് സാധനം എടുത്താലും ഇതിനകത്ത് കുറഞ്ഞത് ഒരു 50 തൊട്ട് 100 പേരെങ്കിലും മിനിമം ഉണ്ടാവും. ഇതിപ്പോ 350 400 ഒക്കെ കാണുന്നുണ്ട് ഈ ഒരൊറ്റ സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 50 to 100 പ്രോഡക്ട്സ് സെല്ലേഴ്സ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആമസോണിൽ കണ്ടുപിടിക്കാൻ വളരെ 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 പ്രശ്നമാണ്. റെയർലി യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഈ രണ്ട് കാര്യങ്ങൾ, കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇൻവെന്ററി ഉണ്ട്, ഓൺലൈൻ ഇൻവെന്ററി. ആ ഫിസിക്കൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ആരെങ്കിലും മാനുഫാക്ചറേഴ്സോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഇൻവെന്ററി പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വെക്കുന്ന ഇൻവെന്ററി എത്രയും കാലം വെക്കുന്നുവോ ആ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ആ വെയർ ഹൗസിന്റെ സ്പേസ്, പിന്നെ ആ സാധനത്തിൽ നമ്മൾ ചെലവാക്കിയ പൈസ അത്രയും കാലം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അതിന്റെ വരുന്ന ലോസ്, അങ്ങനെ കുറച്ച് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്ന അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് എത്രയാണ് ആമസോണിൽ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ പാടില്ലല്ലോ. അത് എത്രയും പെട്ടെന്ന് ഹോൾഡ് ചെയ്യാതെ നമ്മളത് വിറ്റ് തീർക്കണം. അപ്പൊ ആ വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കേണ്ട പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റും, പിന്നെ ഇത് രണ്ടും ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു കോസ്റ്റും, ഈ 3 കോസ്റ്റും നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് പോയിട്ട്. ഞാൻ പറഞ്ഞു ആമസോൺ പൈസ ഉണ്ടാക്കുന്നത് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ അവർ എല്ലാ രീതിയിലും സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ അവര് സാധാരണ, 3 അല്ല പിന്നെ ഉണ്ട്, പിന്നെ 1-2 ടൈപ്പ് ഓഫ് കോസ്റ്റും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അത് പിന്നെ വരാം. മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. രണ്ടാമത് അവിടെ ഇൻവെന്ററി വെക്കാൻ, ഒന്നെങ്കിൽ സ്വന്തം ഗോഡൌണിൽ അല്ലെങ്കിൽ ആമസോണിന്റെ ഗോഡൌണിൽ വെക്കാനുള്ള ഒരു കോസ്റ്റ് ഉണ്ട്. മൂന്നാമത് അത് പെട്ടെന്ന് വിറ്റ് കിട്ടാലേ ഈ നമ്മുടെ ഗോഡൌണിലെ കോസ്റ്റ് കുറയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വിറ്റ് കിട്ടണമെങ്കിൽ അതിന് അഡ്വർടൈസ് ചെയ്യണം. അപ്പൊ അഡ്വർടൈസിങ്ങിന്റെ കോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എനേബിൾ ചെയ്യാൻ വേണ്ടി ആമസോൺ ഒരു പ്രൈസ് ചാർജ് ചെയ്യും. പ്ലാറ്റ്ഫോമിലും ഇൻവെന്ററി മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഇതെല്ലാം കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ആമസോണിൽ കൊണ്ടൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ. പ്രിപ്പറേഷൻ ആണ് ഇത്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മാത്രം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേണം അടുത്ത ലെവലിലേക്ക് പോവാൻ. അത് മനസ്സിൽ വെക്കുക. ഇതില് ഞാൻ പറയുന്നത് ഓരോ പ്രോഡക്റ്റിലും, ഈ പറയുന്ന ഓരോ പ്രോഡക്റ്റിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വിറ്റ ആൾക്കാർ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടാവും. എത്രയോ റിവ്യൂസും എത്രയോ സെയിൽ നടത്തിയ ആൾക്കാർ ധാരാളം ഇതിനകത്ത് ഉണ്ടാവും. അങ്ങനല്ല 14,800 റിവ്യൂസ് ഒക്കെ. ഈ 14,800 റിവ്യൂസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരു 2 lakhs ഈ പീസ് വിറ്റിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു 14,800 റിവ്യൂസ് കിട്ടുള്ളൂ. അതും 4.something റിവ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആണ് അതിന്റെ മേലില്. അല്ലാതെ ആ പ്ലാറ്റ്ഫോം എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ. പക്ഷെ ഇത് എല്ലാവർക്കും ഉള്ളൊരു ഗെയിം അല്ല. ഇത് ലോങ് ടേം ഗെയിമാണ്. ഒരാഴ്ച 2 ആഴ്ച 1 മാസം കൊണ്ട് തിരിച്ചു പൈസയൊന്നും കിട്ടില്ല. അതൊരു കുറഞ്ഞത് ഒരു 6 months to 1 year വെയിറ്റ് ചെയ്ത് അതിനകത്ത് പൈസ ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. സോ ദാറ്റ് പ്ലീസ് കീപ് ഇൻ മൈൻഡ് ഈ ഒരു കാര്യം. രണ്ടാമത്, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോൺ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ സെല്ലർ സെൻട്രൽ .in നോക്കുക. .ae ഒക്കെ കാണുന്നുണ്ടാകുന്ന വേണ്ട. ഇത് ഈ ആമസോൺ സെല്ലർ സെൻട്രൽ ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം പോയി നോക്കേണ്ടത് ആമസോൺ സെല്ലർ സെൻട്രലിലേക്കാണ്. ആമസോൺ സെല്ലർ സെൻട്രലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറെ ഇൻഫർമേഷൻ ചോദിക്കും. മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുടെ പാൻ, കമ്പനി പാൻ,
അതല്ല പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പേഴ്സണൽ പാൻ. പിന്നെ GST കമ്പൽസറി ആണ്. GST വെച്ചിട്ടാണ് നിങ്ങൾ വെക്കേണ്ടത്. അപ്പൊ GSTയുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ബാങ്കിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇത് മൂന്നും കമ്പൽസറി ആണ്. അപ്പൊ ഈ 3 ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഇപ്പൊ കയറാൻ പോകുന്ന പ്ലാറ്റ്ഫോം ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് എനിക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഇതാണ് ബേസിക് ആയിട്ട് ഈ 3 ഡോക്യുമെന്റ്സ് ആണ്. GST പാനും ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പോയി സെൽ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ GST നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞാൽ കർണാടകയിൽ 1, തമിഴ്നാട്ടിൽ 1, കേരളത്തിൽ 1, ആന്ധ്രയിൽ വേറൊന്ന്, തെലങ്കാനയിൽ വേറൊന്ന്, മഹാരാഷ്ട്രയിൽ വേറൊന്ന്, അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ചിട്ട് പല പല അക്കൗണ്ട്സ് തുടങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവർ അലൗ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊന്നും മൾട്ടിപ്പിൾ വെയർ ഹൗസ്, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, സെയിം GSTയിൽ ഒരു സിംഗിൾ അക്കൗണ്ടേ പറ്റുള്ളൂ. അത് കെയർഫുൾ ആയിരിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഇൻസൈഡ്, യു ക്യാൻ സ്റ്റാർട്ട് സെല്ലിംഗ്. ഓക്കെ സാർ, നമുക്ക് വേറെ ആളുകളുടെ സാധനങ്ങൾ നമുക്ക് മറ്റേ ഈ ആമസോണിലൂടെ വിൽക്കാൻ കഴിയുമോ? ചെയ്യാം. ആസ് ലോങ് ആസ് അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല, നിങ്ങൾ തമ്മിൽ ഒരു എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. റീസെല്ലർ ആയിട്ട് ചെയ്യുന്നതിൽ ഒബ്ജക്ഷൻ ഒന്നുമില്ല. പക്ഷെ വിത്തൗട്ട് ഓതറൈസേഷൻ വെക്കുമ്പോൾ പലപ്പോഴും ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കാണിച്ച ചില പ്രോഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് പുറത്തും രാജ്യത്ത് കൊണ്ട് ആമസോണിൽ കൊണ്ട് വെക്കും. പലരും ഇന്ത്യൻ പ്രോഡക്ട്സ് എടുത്തിട്ട് US ആമസോണിൽ കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോ പാരന്റ് കമ്പനി അറിയാതെയാണ് ഇവര് പലവരും അവിടെ കൊണ്ട് വെക്കുന്നത്. ഇത് പെട്ടെന്ന് പാരന്റ് കമ്പനി അറിയും. ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇതിൽ നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിമാലയ എന്ന് പറയുന്ന സാധനം, ഒരു കമ്പനി ഉണ്ടല്ലോ, എന്താണ് ആയുർവേദ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ഹിമാലയ, ആയുർവേദ അല്ല, നാച്ചുറൽ ഓർഗാനിക് ഹിമാലയ ഹെർബൽസ്. അതെ. അപ്പൊ അവര് ഈ പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ US കൊണ്ട് വെക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ അക്രോസ് ദ വേൾഡ് കൊണ്ട് വെക്കുന്നുണ്ട്. ഇത് അവരവിടെ കൊണ്ട് വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ഹിമാലയക്കാര് തന്നെ ഇത് അറിയുന്നതും. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് US വെക്കുമ്പോൾ ഇത് പറ്റാത്ത വരുന്നുണ്ട്. കാരണം അവരവിടെ കൊണ്ട് ഷോപ്പ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ആമസോണിൽ വിറ്റ് പോകുന്ന ഒരു സാധനം ആയതുകൊണ്ട് അവർക്ക് കച്ചവടം കിട്ടാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരൊരു ഒബ്ജക്ഷൻ റേസ് ചെയ്തു. അതിലേക്ക് വരാം. അപ്പൊ ഈ കാണുന്ന സെല്ലർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സാധനം, ഒന്ന് ഈ പാൻ കാർഡും GSTയും കൊടുത്ത് ചെയ്യേണ്ടത്. സാർ, നമുക്കപ്പോ ഇത് കറണ്ട് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമല്ലേ? നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കറണ്ട് അക്കൗണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഇപ്പൊ ഒരാളായിട്ട് വെക്കാമല്ലോ, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടും വെക്കാം. വെക്കാല്ലേ? നമുക്ക് ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ട് വേണം ചെയ്യാല്ലേ? ആദ്യം ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ആദ്യം പോയിട്ട് ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ബ്രാൻഡ് രജിസ്ട്രേഷന്റെ ഇന്ത്യയിൽ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ചെന്നിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുമല്ലോ. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഡോക്യുമെന്റ് കൊണ്ടുവന്ന് ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ആമസോണിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ബ്രാൻഡ് രജിസ്ട്രി എന്ന് പറയും, ആമസോൺ ബ്രാൻഡ് രജിസ്ട്രി എന്ന് പറയും. ആമസോൺ ബ്രാൻഡ് രജിസ്ട്രിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബ്രാൻഡ് രജിസ്ട്രിയിൽ പോയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു സെല്ലർ സെൻട്രൽ അക്കൗണ്ട് വേണം, ഉണ്ടായി കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിനകത്ത് പോകാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾ നോർമലി വിൽക്കുന്ന പോലെ വിൽക്കാം, ആരും ബാക്കിയുള്ളവരും വിറ്റോട്ടെ നമ്മളും വിറ്റോട്ടെ എന്നുള്ള പോളിസിയിൽ പോവാം. ചില ബ്രാൻഡ്സ് ഒക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്യുന്ന ചില ബ്രാൻഡ്സ് അങ്ങനെ പോകുന്നുണ്ട്. അവർ പറയും എവിടുന്ന് വേണമെങ്കിൽ സെയിൽ വന്നോട്ടെ, ഞാൻ എന്തിനാ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്, അവരും എന്റെ ബ്രാൻഡ് വിറ്റോട്ടെ, ഞാനും വിൽക്കാം, എനിക്ക് 10,000 കിട്ടും, അവിടുന്ന് എനിക്ക് 30,000 കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം, രണ്ടും കൂടെ 40 ആയില്ലേ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, ഈ ഹിമാലയക്കാരൊക്കെ പറഞ്ഞ പോലെ അവർ ചെന്നിട്ട് ഈ ബ്രാൻഡ് രജിസ്ട്രി ചെയ്തു. ബ്രാൻഡ് രജിസ്ട്രി ചെയ്തിട്ട് അവർ പറഞ്ഞു ആമസോണിന്റെ അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രാൻഡിന്റെ ഓണേഴ്സ് ആയി. ആമസോണിനകത്ത് നമുക്ക് മാത്രമേ അതിനുള്ള ഓണർഷിപ്പ് ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ബാക്കി ആരും ഈ പറഞ്ഞ ബ്രാൻഡ് വിൽക്കാൻ പാടില്ല, നമ്മുടെ ഹോൾ ആൻഡ് സോൾ നമ്മുടെ
പ്രോപ്പർട്ടിയാണ്, ആ ബ്രാൻഡിലുള്ള പ്രോഡക്ട്സ് ഒന്നും വിൽക്കാൻ പാടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. അതും നമുക്ക് ചെയ്യാം. ഇത് ചെയ്തിട്ടും ആൾക്കാർ കൊണ്ടുവന്ന് പല രീതിയിൽ വിൽക്കും, എന്നിട്ട് അത് പിടിക്കപ്പെടും, പിന്നെ അത് അവര് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള പ്രോസസ്സ് നടക്കാറുണ്ട്. പക്ഷെ ഈ ബ്രാൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് പോസിബിൾ ആണ്. നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻറ്റും നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ പോയി ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അടുത്തത് UPC EAN കോഡ്സ് ആണ്. UPC EAN കോഡ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ചില കോഡ്സ് ഇവരുടെ കയ്യിൽ ഇവരുടെ കയ്യിലെന്നല്ല, എല്ലായിടത്തും ഇതിന് പറയുന്നത് കുറച്ച് പേരുകളുണ്ട്. GTIN എന്ന് പറയും. ഓക്കെ, ഗ്ലോബൽ ട്രേഡ് ഐറ്റം നമ്പേഴ്സ്, മനസ്സിലായോ? GTIN എന്ന് പറയുന്നത് ഇതൊരു GS1 എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ, ഇവിടുത്തെ മാത്രം എന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ഈ GTIN GS1 ആണ്, GS1.org. ഇവര് ഈ നമ്പേഴ്സ്, GTIN നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ വേരിയൻസ് ആയ EAN, യൂറോപ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഉള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് സാധനങ്ങൾ വെക്കാൻ. അതാണ് ഒരു മെയിൻ കാര്യം. അപ്പൊ EAN UPC ഇല്ലെങ്കിൽ GTIN നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു സെൽ. ഇല്ലെങ്കിൽ, ഇത് രണ്ടും ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ പോയിട്ട് ഈ പറഞ്ഞ GTIN എക്സംഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. നമ്മുടെ കയ്യിൽ GTIN ഇല്ല, EAN ഇല്ല, UPC ഇല്ല, അങ്ങനെ ഒരു യുണീക് നമ്പേഴ്സും ഇല്ല നമ്മുടെ കയ്യിലെങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ GTIN എക്സംഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്കവാറും അപ്രൂവൽ തരും. വളരെ അപൂർവമായിട്ട് അപ്രൂവൽ തരാതിരിക്കുള്ളൂ. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ബാൻ പ്രോഡക്ട്സോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പാടില്ലാത്ത അങ്ങനെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അപ്രൂവൽ തരാതിരിക്കാറുള്ളൂ. സാധാരണ എല്ലാത്തിനും GTIN എക്സംഷൻ അപ്രൂവൽ തരാറുണ്ട്. ഈ ഒരു നമ്പറിന്റെ ഇല്ലാതെ ലിസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് നമ്മുടേതായ തന്നെ ഇന്റേണലി ഉള്ള ഒരു രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്പറോ വെച്ചിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ആമസോൺ ഒരു നമ്പർ തരും. ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിനകത്ത് ആമസോൺ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ താഴത്ത് പോയ ആമസോൺ അതിനകത്തൊരു നമ്പർ കൊടുക്കും. അതാണ് ഈ നമ്പർ, SIN എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊടുക്കും. അപ്പൊ ഈ B0 A0 C0 എന്നോ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. അങ്ങനെ ഒന്നെങ്കിൽ GTIN ആവാം, ഇല്ലെങ്കിൽ EAN ആവാം, ഇല്ലെങ്കിൽ UPC ആവാം, ഇല്ലെങ്കിൽ സ്വന്തം നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്താലും അവസാനം ASIN എന്ന് പറഞ്ഞ ഒരു നമ്പർ കിട്ടും. ഈ ASIN വെച്ചിട്ട് നമുക്ക് വെക്കാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ ASIN എടുത്തിട്ടും നമുക്ക് വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മള് വേറൊരാള് ഒരു ഇതേ പറഞ്ഞ പ്രോഡക്റ്റ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ASIN എടുത്തിട്ടും നമുക്ക് ആ സിമിലർ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും. അപ്പൊ അതും ഉണ്ട് ഇതിനകത്തൊരു ഫെസിലിറ്റി. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാൻഡ് രജിസ്ട്രേഷൻ, UPC, EAN. ഈ പറഞ്ഞ 3 ബേസിക് റിക്വയർമെന്റ്സ് ഇതാണ്. ഓക്കെ.